സനാതന ഹൈന്ദവ ധർമ്മത്തിൽ ഇനി വേദ പഠന സമ്പ്രദായങ്ങളെ പറ്റി പറയാം. വൈദിക കാലം മുതൽ ശ്രുതികളായ വേദങ്ങളെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ അതുപോലെ ഗുരുകുല സമ്പ്രദായങ്ങളിലൂടെയും നിലനിർത്തി വന്നിരുന്നു. അച്ചടിയും എഴുത്തു സമ്പ്രദായവും വരുന്നതിന് കുറേ മുമ്പ് വേദപഠനം ശരിയായ രീതിയിലും നിയമങ്ങൾക്കനുസരിച്ചും നടന്നിരുന്നത് കാരണം അതിന് പൂർണ്ണ ഫലം ഉണ്ടായിരുന്നു. വേദങ്ങളെ പാട്ട് പോലെ പാടരുത്, അങ്ങനെ പാടാൻ നിയമം ഇല്ല. വളരെ വേഗത്തിൽ ഉച്ചരിക്കരുത്, ശരീരഭാഗങ്ങളെ ഇളക്കിക്കൊണ്ട് ചൊല്ലരുത്, എഴുതി പഠിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഉപയോഗം അറിയാതെ ചൊല്ലരുത്, അസ്പഷ്ടമായി ഉച്ചരിക്കരുത് എന്നും ഗുരുനാഥന്മാർ ആരംഭത്തിൽ പഠിപ്പിക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ ഗുരു ശിഷ്യ ബന്ധം വളരെ പ്രധാനമാണ്. അതുപോലെ ഗുരുനാഥനെ സേവിക്കണം, ശുശ്രൂഷിക്കണം, അതും ഇതിൻ്റെ ഭാഗമാണ്. ഗുരുനാഥൻ്റെ ആജ്ഞയില്ലാതെ വേദമോ വേദാന്തമോ ഒരിക്കലും സ്വതന്ത്രമായിട്ട് തുടങ്ങാനും പാടില്ല, തൊടാനും പാടില്ല. വേദപഠനത്തിന് 11 രീതികളുണ്ടായിരുന്നു. അവ 1 വാക്യപാഠം, 2 പദപാഠം, 3 ക്രമപാഠം, 4 ജടാപാഠം, അടുത്തത് മാലാപാഠം, ശിഖാപാഠം, രേഖാപാഠം, ധ്വജപാഠം, ദണ്ഡപാഠം, രഥപാഠം, ഗണപാഠം എന്നിവയാണ്. 11 എണ്ണാണ് ആകെ. കാലമാറ്റം കൊണ്ടും ആചാര്യന്മാരുടെ കുറവ് കൊണ്ടും വേദശാഖകൾക്ക് നാശം സംഭവിച്ചത് കാരണവും ഈ സമ്പ്രദായങ്ങളെ പൂർണ്ണമായിട്ടും നിലനിർത്താൻ സാധിക്കാതെ വന്നു. ഇതിൽ വാക്യപാഠം, പദപാഠം, ക്രമപാഠം, ജടാപാഠം, ഗണപാഠം എന്നീ 5 സമ്പ്രദായങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിലേറ്റവും കഠിനമായത് ഗണപാഠം ആണ്. സനാതനധർമ്മത്തിൽ അന്നും ഇന്നും എന്നും ഗുരുസ്ഥാനത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കലിയുഗത്തിൽ ശബരിമല തീർത്ഥാടനത്തിലെ ഗുരുസ്വാമി പോലും ഇതിൻ്റെ ഒരു പ്രതീകമാണ്. ഗുരുത്വം എന്ന 3 അക്ഷരം മാനവ ജീവിതത്തിൻ്റെ പ്രാണനാണ്. ഗുരുനാഥന് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത് ഹൈന്ദവരാണ്. ദക്ഷിണാമൂർത്തി തന്നെയാണ് ലോക ഗുരുനാഥൻ മഹാദേവൻ. നമ്മുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതീയർ ഇത് മറന്നു എന്നതാണ്. അതായത് ഗുരുനാഥനെ മറന്നു, ഗുരുസങ്കല്പത്തിനെ വിസ്മരിച്ചു എന്നതാണ് രാജ്യത്തിൻ്റെയും ജനതയുടെയും ഭാരതീയ ജനതയുടെയും ഇന്നത്തെ ഈ അരാജകത്വത്തിനും നാശത്തിനും കാരണമായത്. എന്നാൽ ഇന്ന് അവതാര പുരുഷന്മാരാകുന്ന ഭരണാധികാരികളിലൂടെ വീണ്ടും ഭാരതം ആ ഗുരുപരമ്പരയിലേക്ക്, ലോകഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഇനിയെങ്കിലും ഗുരു ആചരണം തുടങ്ങണം. എന്നാൽ മാത്രമേ ഭാരതത്തിന് നിലനിൽപ്പുള്ളൂ. ആധ്യാത്മികതയാണ് ഭാരതത്തിൻ്റെ ശക്തി, അല്ലാതെ വാളുകൊണ്ടല്ല ഭാരതം ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത്. ആധ്യാത്മിക ശക്തിയാണ്. അതാണ് വിദേശികളൊക്കെ ഇങ്ങോട്ട് ഒഴുകി വരാൻ കാരണം. ആധ്യാത്മികതയാകുന്ന ആ ഒരു ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ദക്ഷിണാമൂർത്തിയാകുന്ന ലോകഗുരുനാഥനാകുന്ന മഹാദേവൻ്റെ പാദപത്മങ്ങളെ നമസ്കരിക്കണു. ഈ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണു. ഓം നമഃശിവായ. പാർവതീപരമേശ്വരാഭ്യാം നമ. നമഃശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമ. ഹരേ കൃഷ്ണ.